നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരള പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളുമായിരുന്നു. പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പി ശശിയെ പോലുള്ള വമ്പന്മാരായിരുന്നു പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിയോട് അല്ലെങ്കിൽ പി ശശിയോട് ചേർന്ന് നിന്ന് ഏതു നിയമവിരുദ്ധ പ്രവൃത്തിയും ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരെയാണ് പോലീസിൻ്റെ കൺട്രോൾ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ പോലീസിനെ ഹൈജാക്ക് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന പ്രധാനികളിൽ ഒരാളുടെ പേര് CR ബിജു എന്നാണ്. ജീവിതത്തിൽ അയാൾ യൂണിഫോം ധരിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യൂണിഫോം ധരിക്കാൻ നിർബന്ധിതനാകുന്നു. സാധാരണഗതിക്ക് ഒരു പോലീസുകാരൻ യൂണിഫോമിലല്ല സിവിൽ ഡ്രസ്സിലാണെങ്കിൽ പോലും അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണുമ്പോൾ അത് പാൻസും ഷർട്ടും ഇടണം. എന്നാൽ DGPയെ പോലും ഇയാൾ ജൂബ ഇട്ടാ പോയി കണ്ടിരുന്നത്. മാത്രമല്ല IPSകാർ സഞ്ചരിക്കുന്നത് പോലെ പോലീസ് എന്ന് പേരെഴുതിയ ഇന്നോവ കാറിലായിരുന്നു ഇയാളുടെ യാത്ര. അത്രമാത്രം സ്വാധീനം CR ബിജുവിന് പോലീസിലുണ്ടായിരുന്നു. കാരണം ഇയാൾ കേരള പോലീസിലെ ഏറ്റവും വലിയ സംഘടനയായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതോടെ ആദ്യം അയാൾ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള പോലീസിനെ ഗ്രസിച്ചിരിക്കുന്ന രോഗങ്ങൾക്ക് ഓരോന്നിനും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. കമ്മി പോലീസായ പണിയെടുക്കേണ്ട എന്ന വിശ്വാസമുള്ളവർക്ക് പണിയെടുക്കേണ്ട സാഹചര്യമുണ്ടാവുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് GR അജിത്ത് എന്നു പേരുള്ള ഒരു പോലീസുകാരനാണ്. GR അജിത്ത് ചില്ലറക്കാരനല്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്നാൽ CR ബിജുവിനെ പോലെ അടിമപ്പണി ചെയ്യുകയല്ല, പോലീസുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയായിരുന്നു. ഭരണം മാറുന്നതനുസരിച്ച് പോലീസ് അസോസിയേഷൻ്റെ ഭരണവും മാറാറുണ്ട്. അങ്ങനെയാണ് 2011 അജിത്ത് പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്തെത്തിയത്. 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ അജിത്തിനെ ട്രാഫിക് ഡ്യൂട്ടിക്കിട്ടാണ് പണി കൊടുത്തത്. എന്നാൽ 2013 തിരുവനന്തപുരത്തെ പോലീസ് സഹകരണ സംഘം അജിത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മികളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അത് പക്ഷെ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. 10 വർഷം പിണറായി ഭരിച്ചിട്ടും പോലീസുകാർ അജിത്തിനെ തന്നെ ഭരണമേൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. സാധാരണ പോലീസുകാർ മുതൽ DGP വരെയുള്ളവർക്ക് ഈ സഹകരണ സംഘം കാവലായി നിന്നു. 30 കോടി രൂപ നിക്ഷേപവും 41 കോടി രൂപ കടവുമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും 400 കോടി രൂപ നിക്ഷേപമുള്ള ഏറ്റവും ലാഭകരമായ ഒരു സഹകരണ സംഘമാക്കി ഈ പോലീസ് സഹകരണ സംഘത്തെ മാറ്റാൻ അജിത്തിന് കഴിഞ്ഞു. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതോടെ സർവശക്തനായി വീണ്ടും അജിത്ത് തിരിച്ചു വരുന്നു. പോലീസിന്റെ ഭരണം കമ്മികളിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഇടത് സംഘടനാ യൂണിയൻ നേതാക്കളെ പലരെയും തലങ്ങനം വിലങ്ങനെയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവർ ചിലർ ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സംഘടന തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഞാൻ വിശദമായി വായിച്ച് കേൾപ്പിക്കാം. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കണം. കേരള പോലീസിന് ഇപ്പോൾ 4 പ്രധാനപ്പെട്ട അസോസിയേഷനുകളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അസോസിയേഷൻ IPSകാരുടേതാണ്. അതങ്ങനെ തന്നെ തുടരും. IPS ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ അംഗത്വം കിട്ടൂ. ഏറ്റവും താഴത്തെ അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ അല്ലെങ്കിൽ KPA ആണ്. പണ്ട് മുതലുള്ള അസോസിയേഷനാണത്. ആ അസോസിയേഷനിൽ ഒരു പോലീസുകാരൻ സർവീസിൽ കയറുമ്പോൾ മുതൽ ASI ആയി പ്രൊമോഷൻ കിട്ടുന്നത് വരെയുള്ളവർക്കാണ് അംഗത്വം. അതാണ് പോലീസുകാരുടെ സംഘടന. അതാണ് ഏറ്റവും വലിയ സംഘടന. കാരണം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് പോലീസ് സേനയിലാണ്. അതായത് ഒരു സിവിൽ പോലീസ് ഓഫീസറും ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ആ ഗ്രേഡ് റാങ്കിലേക്ക് വരുന്നത് വരെ അസോസിയേഷനിലാണ്. ASI പ്രൊമോഷൻ കിട്ടുന്നവർ മുതൽ CI വരെയുള്ളവർ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലാണ്. DYSPയും നോൺ IPS SP-മാരും സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഇങ്ങനെ 4 സംഘടനകളാണ്. ഇതിലുണ്ടായിരുന്ന പ്രശ്നം SI ആയി ഒരാൾ സർവീസിൽ കയറുന്നു, അയാൾ CI ആയി പ്രൊമോഷൻ കിട്ടുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും ഇതിൻ്റെ തലപ്പത്ത് വരാൻ കഴിയില്ല. കാരണം ASIമാരും ഗ്രേഡ് SIമാരുമാണ് എണ്ണത്തിൽ കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ തലപ്പത്തെത്തുന്നത് CR ബിജുവിനെ പോലുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ അടിമത്തം അവർ നിലനിർത്തും. SI ആയി ജോലിയിൽ കയറിയവർക്ക് ഒരു റോളുമില്ലാത്ത അവസ്ഥ. അവർ ഈ കോൺസ്റ്റബിളായി കയറി ഗ്രേഡ് SI മാറിയവർ പറയുന്നത് കേൾക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിനെ അഴിച്ചുപണി വരുത്തിയിരിക്കുന്നു. കേരള പോലീസിൽ 2 സംഘടനകളെ ചുരുക്കിയിരിക്കുന്നു. IPS കൂടാതെ 2 സംഘടനകളെ ചുരുക്കിയിരിക്കുന്നു. ഒന്നാമത്തെ കേരള പോലീസ് അസോസിയേഷൻ KPA. ഈ KPA എന്ന് പറയുന്നത് ഒരു സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഗ്രേഡ് SI വരെയുള്ളവർ ഇതിൽ വരും. അതായത് ഒരു സിവിൽ പോലീസ് ഓഫീസറായ ഒരാൾ സർവീസിൽ കയറിയാൽ അയാൾ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള ഏത് പ്രൊമോഷൻ കിട്ടിയാലും അയാൾ KPAയിൽ അംഗമായിരിക്കണം. ASI ആയാലും ഗ്രേഡ് SI ആയാലും അയാൾ ഈ പോലീസുകാരൻ എന്ന നിലയിൽ പോലീസ് അസോസിയേഷനിലാവും. SI ആയി ഡയറക്ടറായി ജോലിക്ക് കയറുന്നവർ മുതലാണ്
രണ്ടാമത്തെ സംഘടനയിൽ അംഗത്വം എടുക്കുക. അതിൻ്റെ പേര് കേരള സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നാണ്. SI മുതൽ IPS ലഭിക്കാത്ത SP വരെയുള്ളവർ, SI, CI, DYSP, IPS ലഭിക്കാത്ത അഡീഷണൽ SP, IPS ലഭിക്കാത്ത SP, ഇത്രയും പേർ രണ്ടാമത്തെ സംഘടനയിൽ വരും. ഇങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പോലീസിന് കൂടുതൽ ഉണർവുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിലവിലുള്ള സംഘടനാ ഭാരവാഹികളെല്ലാം പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി ഭരണമേൽപ്പിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അജിത്തിന്റെ നേതൃത്വത്തിൽ 2 സംഘടനയും പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ആ ഉത്തരവ് ഇങ്ങനെയാണ്. പരാമർശം 1 ഉത്തരവ് പ്രകാരം അംഗീകരിച്ച കേരള പോലീസ് വകുപ്പിന് കീഴിൽ എന്ന് പറഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് കേരള പോലീസ് സേനയിലെ അസോസിയേഷനുകൾ നിലവിലുള്ള ഘടനയിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി അംഗത്വ ഘടന പുനഃപരിശോധിച്ച് ആവശ്യമായ ബൈലോ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിവേദനങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നതായും ആയവ് പരിശോധിച്ച് വിവിധ പോലീസ് അസോസിയേഷനുകളുടെ അംഗത്വ ഘടന ഭേദഗതി വരുത്തുവാൻ വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ടും സംസ്ഥാന പോലീസ് മേധാവി പരാമർശം പ്രകാരം ഒരു പ്രൊപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. സർക്കാർ പ്രസ്തുത നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് വകുപ്പിന് കീഴിൽ വരുന്ന വിവിധ പോലീസ് അസോസിയേഷൻ അംഗത്വ ഘടന താഴെ പറയുന്ന നിബന്ധനകൾക്കനുസൃതമായി പുനഃസംഘടിപ്പിക്കുന്ന നിർദ്ദേശത്തോട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. വാസ്തവത്തിൽ പോലീസ് DGP പറഞ്ഞതിന് വിരുദ്ധമായി അജിത് പറഞ്ഞതാണ് സർക്കാർ കേട്ടത്. 1. കേരള പോലീസ് സേനയിലെ സിവിൽ പോലീസ് ഓഫീസർമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ എന്നീ റാങ്കുകളിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കേരള പോലീസ് അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കുന്നതാണ്. ഇനി മുതൽ KPAയിൽ ഈ പറയുന്ന എല്ലാവരും ഉൾപ്പെടും. സബ് ഇൻസ്പെക്ടർ മുതൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് നോൺ IPS വരെയുള്ള റാങ്കുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കുന്നതാണ്. ഈ ഭേദഗതിയുടെ നിലവിലുള്ള കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ആസ്തികൾ, രേഖകൾ, നിക്ഷേപങ്ങൾ, മറ്റ് അവകാശങ്ങളും ബാധ്യതകളും എന്നിവയെല്ലാം നിയമാനുസൃതം നടപടിക്രമങ്ങൾ പാലിച്ച് കേരള പോലീസ് അസോസിയേഷനിലേക്ക് 60%, കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിലേക്ക് 40% കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പുതിയ അംഗത്വ ഘടന നടപ്പിലാക്കുന്നതിനും സംഘടന പുനഃസംഘടന ഏൽപ്പിക്കുന്നതിനുമായി സംസ്ഥാന തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേകം അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപീകരിക്കേണ്ടതാണ്. പ്രസ്തുത സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റികൾ ഓരോ ജില്ലയിലും ജില്ലാതല അഡ്ഹോക് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണ്. പുതിയ അംഗത്വ ഘടന നിലവിൽ വരുന്നതുവരെയും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെയും നിലവിലുള്ള സംഘടനകളുടെ ഭരണപരവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല അഡ്ഹോക് കമ്മിറ്റികൾക്കാണ്. ഇതിനായി അംഗത്വ പരിശോധന, അംഗത്വ രജിസ്റ്റർ, അംഗത്വ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ നടപടികൾ അഡ്ഹോക് കമ്മിറ്റികൾ നിർവഹിക്കേണ്ടതാണ്. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ യൂണിറ്റ് ജില്ലാ സംസ്ഥാനതല തെരഞ്ഞെടുപ്പുകൾ 30/09/2020 പൂർത്തിയായിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസ് അസോസിയേഷനും എന്നീ കമ്മിറ്റിയുടെ കാലാവധി 2 വർഷമായിരിക്കും. പോലീസ് ജില്ലയിൽ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനെ 7 ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. കേരള പോലീസ് അസോസിയേഷൻ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. പുതുതായി തെരഞ്ഞെടുക്കുന്ന കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ എന്നീ സംഘടനാ കമ്മിറ്റികൾക്കും സംസ്ഥാന തലത്തിൽ ഒരു പ്രസിഡന്റും 3 വൈസ് പ്രസിഡന്റുമാരും, ഒരു ജനറൽ സെക്രട്ടറിയും 3 ജോയിന്റ് സെക്രട്ടറിമാരും, ഒരു ഖജാൻജിയും ഉണ്ടായിരിക്കേണ്ടതാണ്. പുതുതായി തെരഞ്ഞെടുക്കുന്ന കേരള പോലീസ് സീനിയേഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ സംഘടനകളുടെ ജില്ലാതലത്തിൽ ഒരു പ്രസിഡന്റും 2 വൈസ് പ്രസിഡന്റുമാരും, ഒരു ജനറൽ സെക്രട്ടറിയും 2 ജോയിന്റ് സെക്രട്ടറിമാരും, ഒരു ഖജാൻജിയും ഉണ്ടായിരിക്കേണ്ടതാണ്. അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ തയ്യാറാക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി തീർപ്പാക്കേണ്ടതിനും സംസ്ഥാന പോലീസ് മേധാവി അത് പരിശോധിച്ച് അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പുറത്തിറക്കേണ്ടതുമാണ്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്തായാലും പോലീസിലൊരു സമഗ്രമായ അഴിച്ചുപണിയാണ്. പോലീസ് യൂണിയനുകളെ നിലയ്ക്ക് നിർത്താൻ, കമ്മി പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ, പോലീസിനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനുള്ള നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തിയതിന് ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയായി പോലീസിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് നേതാവ് അജിത്താണ്. കമ്മികൾക്കിനി മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാം. പോലീസ് പതിയെ ശരിയാവുമെന്നുറപ്പ്.